ഇന്നത്തെ ദേശാഭിമാനി പത്രം കണ്ടപ്പോൾ രണ്ടുപേരെ ഓർക്കാതെ തരമില്ല എന്ന അവസ്ഥയിലായി ഞാൻ. ഒന്ന്, ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായ ദിനേശൻ പുത്തലത്ത്. അദ്ദേഹം നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴേക്ക് അദ്ദേഹത്തിന് ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ ചുമതലയായി. പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന മറ്റൊരാളുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിഖ്യാതമായ നോവലാണ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ. അതിലെ 2-3 കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സുപരിചിതരാണ്. ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ, മണ്ടൻ മുത്തപ്പ എന്നിവയുടെ കൂട്ടത്തിൽ എട്ടുകാലി മമ്മൂഞ്ഞ് എന്നൊരു കഥാപാത്രമുണ്ട്. എട്ടുകാലി മമ്മൂഞ്ഞ് ഈ മണ്ടൻ മുത്തപ്പ എന്ന് പറയുന്ന ബഷീറിൻ്റെ കഥാപാത്രം നടത്തുന്ന ചായക്കടയിലെ അടിച്ചുതളിക്കാരനും പാത്രം കഴുകുന്ന ആളും ഒക്കെയാണ്. തൊട്ടടുത്തുള്ള പോലീസ് ലോക്കപ്പ് വൃത്തിയാക്കൽ, പോലീസുകാരായ 2 പേരുടെ ബെൽറ്റ് പോളിഷ് ചെയ്യൽ, അവരുടെ തൊപ്പിയിലെ അക്കങ്ങൾ തേച്ചു മിനുക്കി സ്വർണം പോലെയാക്കൽ തുടങ്ങിയവയാണ് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ പ്രധാന ജോലി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം അതല്ല. നാട്ടിൽ ആർക്ക് ഗർഭമുണ്ടായാലും അത് ഞമ്മളാണ് എന്ന് പറഞ്ഞ് അഭിരമിക്കുന്ന, അഹങ്കരിക്കുന്ന, അഭിമാനിക്കുന്ന ഒരു സ്വഭാവം എട്ടുകാലി മമ്മൂഞ്ഞിനുണ്ടായിരുന്നു. ഒരിക്കൽ ആനവാരിയും പൊൻകുരിശ് തോമയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു വാർത്ത അവർക്കിടയിൽ പരന്നു. മനക്കിലെ പാറുക്കുട്ടി ഗർഭിണിയാണ്. ഒന്നും ആലോചിച്ചില്ല, എട്ടുകാലി മമ്മൂഞ്ഞ് പറഞ്ഞു അതും ഞമ്മളാണെന്ന്. പക്ഷേ മനക്കലെ പാറുക്കുട്ടി ഒരു ആനയായിരുന്നു. ഇതുപോലെയാണ് ഇന്ന് ദേശാഭിമാനിയുടെ അവസ്ഥ. ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ വന്ന് പ്രഖ്യാപിച്ച 4000 കോടിയുടെ വികസന പദ്ധതികളെക്കുറിച്ചുള്ള വാർത്ത ഒന്നാം പുറത്ത് സൂപ്പർ ലീഡായി കൊടുത്തിരിക്കുന്നത് 3 വൻകിട പദ്ധതികളുമായി കേരളം എന്ന പേരിൽ തലക്കെട്ടിലാണ്. അതായത് കേരള സർക്കാർ എന്തോ വലിയ 3 വൻകിട പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് പദ്ധതികൾ? ഒന്ന്, കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിൽ വലിയ ലോകോത്തരമായ കപ്പലുകൾ, ഏറ്റവും വലിയ കപ്പലുകൾ 310 മീറ്റർ നീളവും 9.5 മീറ്റർ ആഴവും വരെയുള്ള കപ്പലുകൾ നന്നാക്കാനുള്ള ഒരു ഡ്രൈ ഡോക്ക് വരുന്നു. മറ്റൊന്ന്, പോർട്ട് ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള 42 ഏക്കർ ഭൂമിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വലിയ വിമാനവാഹിനി കപ്പലുകൾ പോലും നന്നാക്കാൻ കഴിയുന്ന ഒരു കപ്പൽ അറ്റകുറ്റപ്പണിശാല വരുന്നു. മൂന്നാമത്, വൈപ്പിനിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ LNG ടെർമിനൽ വരുന്നു. 3 കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ്. 4000 കോടി രൂപയുടെ പദ്ധതി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചതിനെയാണ് ദേശാഭിമാനി ദിനപത്രം, പുത്തലത്ത് ദിനേശൻ ചീഫ് എഡിറ്ററായിട്ടുള്ള ദേശാഭിമാനി ദിനപത്രം 3 വൻകിട പദ്ധതികളുമായി കേരളം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എട്ടുകാലി മമ്മൂഞ്ഞിനെ പുത്തലത്ത് ദിനേശനുമായി താരതമ്യപ്പെടുത്തുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. കാരണം അദ്ദേഹം സ്വാത്വികനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. വലിയ വിവാദങ്ങളിലൊന്നും പുത്തലത്ത് ദിനേശൻ ഒരു കാലത്ത് പെട്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ എട്ടുകാലി മമ്മൂഞ്ഞുമായി താരതമ്യപ്പെടുത്താതെ ദേശാഭിമാനി എന്നുള്ള പത്രം അച്ചടിച്ചിറക്കുന്ന, അതിൽ വാർത്തകൾ നിറയ്ക്കുന്ന, വാർത്തകൾ സമാഹരിക്കുന്ന, അത് സന്നിവേശിപ്പിക്കുന്ന ആളുകളെ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ പുനരവതാരങ്ങളായി കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ ആപ്തവാക്യം നേരറിയാൻ നേരത്തെ അറിയാൻ എന്നാണ്. ദേശാഭിമാനി ഇങ്ങനെ നേരും നെറികേടും നിരന്തരം നേരത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണങ്ങൾ മലയാളികളുടെ മുന്നിലുണ്ട്. അതിലൊന്ന് ഈ സമീപകാലത്ത് നടന്നതാണ്. അടിമാലിയിലെ വൃദ്ധയായ മറിയക്കുട്ടിക്ക് 1 കോടിയിലേറെ രൂപയുടെ സ്വത്തുക്കളും വിദേശത്ത് ജോലിയുള്ള മക്കളുമുണ്ട് എന്ന് വാർത്ത നിർലജ്ജം പ്രസിദ്ധീകരിച്ച് മാതൃക കാട്ടിയ പത്രമാണ് ദേശാഭിമാനി. അതിനുശേഷം മറിയക്കുട്ടി എന്ന് പറയുന്ന വയോവൃദ്ധയായ സ്ത്രീക്ക് നേരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടത്തിയതും ദേശാഭിമാനിയുടെ നേരത്തെ അറിയാൻ നടക്കുന്ന കമ്മിക്കൂട്ടങ്ങളാണ്. സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ദേശാഭിമാനി തിരികൊളുത്തി കൊടുക്കും, സഖാക്കൾ ഏറ്റെടുക്കും, ക്യാപ്സൂൾ നിർമ്മാണശാല ജീവനക്കാർ ഇത് കൊണ്ടാടും. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊന്ന് നോക്കാം. ദേശാഭിമാനിയുടെ പാർട്ടി CPIM-ൻ്റെ അനുഭാവിയായിരുന്നു ആന്തൂരിൽ ആത്മഹത്യ ചെയ്ത സാജനും കുടുംബവും. സാജന് അവിടുത്തെ നഗരസഭ നിർമ്മാണാധികാരം ലൈസൻസ് കൊടുക്കാതിരുന്നതിനെ തുടർന്ന് ഗതികെട്ട് നിരന്തരം മുനിസിപ്പൽ ഓഫീസിൽ MV ഗോവിന്ദൻ്റെ ഭാര്യ ചെയർപേഴ്സണായിട്ടുള്ള മുനിസിപ്പൽ ഓഫീസിൽ കയറി ഇറങ്ങി മടുത്ത് ഒടുവിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയ കാര്യമാണ്. P ജയരാജനെ പോലെയുള്ള ആളുകൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, മുൻ ജില്ലാ സെക്രട്ടറിയായ P ജയരാജനെ പോലെയുള്ള ആളുകൾ പോലും പരസ്യമായി സാജൻ്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ആളുകൾക്കും പാർട്ടിയുടെ മുനിസിപ്പൽ ഭരണത്തിലെ ക്രമക്കേടുകൾക്കെതിരെ നിലപാടെടുത്തു വന്നപ്പോൾ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയുണ്ട്. സാജൻ്റെ ഭാര്യയ്ക്ക്
മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നും രാത്രി ഉടനീളം ഫോണിൽ സംസാരിക്കുകയായിരുന്നെന്നും ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് സാജൻ ആത്മഹത്യ ചെയ്തതെന്നും പ്രസിദ്ധീകരിച്ച പത്രമാണ് ദേശാഭിമാനി. അപ്പോൾ ദേശാഭിമാനി ദിനപത്രം എടുക്കുന്ന കുപ്രസിദ്ധമായ നിലപാടുകൾ കേരളം ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഇവർ അവകാശപ്പെടാറുണ്ട് ദേശാഭിമാനി ദിനപത്രം തുടങ്ങാൻ വേണ്ടി ആടിനെ കൊടുത്തും താലിമാല കൊടുത്തും സ്വർണം ഊരിക്കൊടുത്തും സ്വർണ്ണവള ഊരിക്കൊടുത്തുമൊക്കെ ആളുകൾ സംഭാവന ചെയ്ത് കെട്ടിപ്പടുത്ത പത്രമാണ് ദേശാഭിമാനി എന്ന്. ഇത് മാത്രമല്ല, ദേശാഭിമാനിക്ക് വേണ്ടി കേരളത്തിൽ ഉടനീളം CPM-ൻ്റെ പ്രവർത്തകർ ബക്കറ്റുമായി നടന്ന് ദേശാഭിമാനി പിരിവ് നടത്താറുമുണ്ട്. ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചെടുക്കുന്ന പണം കൊണ്ട് ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള കബളിപ്പിക്കുന്ന നട്ടാൽ കുറുക്കാത്ത കള്ളങ്ങൾ പരത്തുന്ന ഒരു പ്രചാരണ ഉപാധിയായി കുറേ കാലമായി ദേശാഭിമാനി പ്രവർത്തിക്കുന്നുണ്ട്. അത് ദേശാഭിമാനിയുടെ തുടക്കം മുതൽ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ സമീപകാലത്ത് പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്ന 10 വർഷത്തിനിടയ്ക്ക് നിരന്തരം കേന്ദ്ര സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന പത്രം ദേശാഭിമാനിയാണ്. ഇതാണ് ദേശാഭിമാനിയുടെ ചരിത്രവും പാരമ്പര്യവും. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. കേരളത്തിൽ 4000 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാരാണ്, പ്രധാനമന്ത്രിയാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് ഒരു നയാ പൈസ പോലും ചെലവില്ല. എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ 3 വൻകിട പദ്ധതികളുമായി ദേശാഭിമാനി എന്ന തലക്കെട്ടിൽ വാർത്ത പ്രസിദ്ധീകരിക്കണമെങ്കിൽ ദേശാഭിമാനിക്കാരോട് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന നമുക്കായിരിക്കും ലജ്ജ തോന്നുക. പണ്ടാരോ പറഞ്ഞതുപോലെ ഇത്തരം നുണകൾ കേട്ട് തിരുവനന്തപുരം മൃഗശാലയാൽ ഏതെങ്കിലും കാണ്ടാമൃഗം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തും ഈ ദിനപത്രത്തിൻ്റെ രീതി കണ്ടാൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ദേശാഭിമാനി ഇങ്ങനെ കള്ളം പറയുന്നത് നമ്മൾ ഒരുപാട് കണ്ടു. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം, ദേശാഭിമാനി ദിനപത്രമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തെ സംബന്ധിച്ച് ആദ്യത്തെ വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചത്. എന്തായിരുന്നു ആ വാർത്ത? സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചതുകൊണ്ട് അന്ന് നിശ്ചയിക്കപ്പെട്ട പല വിവാഹങ്ങളും മാറ്റിവെക്കപ്പെട്ടു എന്നുള്ള പ്രചാരണത്തിൻ്റെ ഒരു സ്രോതസ് CPM-ൻ്റെ ഈ വാർത്താ വിതരണ സംഘമായിരുന്നു. അതേ തുടർന്ന് ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി തന്നെ അത്തരത്തിൽ ഒരു വിവാഹവും മാറ്റിവെക്കപ്പെട്ടിട്ടില്ല എന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നു. അതോടെ അതിൻ്റെ മുനയൊടിഞ്ഞു. പിന്നീട് ദേശാഭിമാനി ദിനപത്രത്തിൽ കണ്ടത് മുഹൂർത്തത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിനു വേണ്ടി അതേ സമയത്ത് മുഹൂർത്തം നിശ്ചയിച്ച നിരവധി കല്യാണങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നു എന്നാണ് നിർലജ്ജം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത്. നമുക്കറിയാം, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വിശിഷ്യ ഗുരുവായൂരും ചോറ്റാനിക്കരയും പോലെയുള്ള ക്ഷേത്രങ്ങൾ മുഹൂർത്തം നോക്കിയല്ല വിവാഹങ്ങൾ നടക്കുന്നത്. ഭഗവാന്റെ തിരുനട തുറന്നിരിക്കുന്ന ഏതു സമയവും മുഹൂർത്തമാണ്. അതായത് മുഹൂർത്തം ഗുരുവായൂരില്ല. അങ്ങനെ ഇരിക്കെയാണ് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വിവാഹം നടത്താൻ നിശ്ചയിച്ച ഒരുപാട് പേരുടെ മുഹൂർത്തം തെറ്റി എന്നുള്ള വ്യാജ വാർത്ത ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത്. തുടർന്ന് സൈബർ അറ്റാക്ക് വളരെ വ്യാപകമായ രീതിയിൽ ഈ അന്തംകമ്മികൾ ദേശാഭിമാനിയുടെ വാർത്ത വായിച്ച് വഴിതെറ്റിപ്പോയവർ മാത്രമല്ല, അതൊരു ക്യാപ്സൂൾ ഫാക്ടറിയുടെ ഭാഗമായി ഉണ്ടാക്കപ്പെടുന്ന വാർത്തകളാണല്ലോ. ആ വാർത്തകൾ ഏറ്റെടുത്ത ആളുകൾ വലിയ ആക്രമണമാണ് സുരേഷ് ഗോപിക്കും കുടുംബത്തിനുമെതിരെ നടത്തിയത്. അതിലൊരു കമൻറ്റ് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: നിൻ്റെ മകളുടെ താലി 3 മാസത്തിനകം മുറിഞ്ഞു പോകും. മറ്റുള്ളവരുടെ മുഹൂർത്തം മുടക്കിയ നിൻ്റെ മകളുടെ താലി 3 മാസത്തിനകം മുറിഞ്ഞു പോകും എന്നുവരെ പരസ്യമായി നിർലജ്ജം ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് അന്തംകമ്മികളെ മാറ്റിയതിൻ്റെ പിന്നിൽ ദേശാഭിമാനിയായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കണം, ഒരു ദിനപത്രം, പ്രത്യേകിച്ച് CPM-കാരുടെ അല്ലാത്തവരുടെയും കൂടി പണം പിരിച്ച് പേടിച്ചും നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും ഒക്കെ സംഭാവനകൾ കൈപ്പറ്റി പുറത്തിറക്കുന്ന ഒരു പത്രം ആണ് നിർലജ്ജം ഇങ്ങനെ നിരന്തരം വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാധ്യമ സദാചാരം, എങ്ങനെ മാധ്യമപ്രവർത്തകർ പെരുമാറണം എന്നൊക്കെ നിരന്തരം ഉദ്ഘോഷിക്കുന്ന പാർട്ടിയാണ് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കേരളത്തിലെ CPM. കേരളത്തിലെ CPM എന്ന് പറയുന്നതാണ് ശരി. കാരണം ഇന്ത്യയിൽ CPM എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണെന്നറിയാം. ചുവന്ന കൊടി കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ മാത്രം കാണുന്ന സ്ഥിതിയാണിപ്പോൾ. ആ സാഹചര്യത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തനം എങ്ങനെയായിരിക്കണം, മാധ്യമപ്രവർത്തകർ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, മാധ്യമങ്ങളൊക്കെ അവരെ ഭരിക്കുന്ന താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിരന്തരം പുരപ്പുറത്ത് കയറി പ്രസംഗിക്കുന്ന CPM-ൻ്റെ മുഖപത്രം
നിരന്തരം നിർലജ്ജം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളും കള്ളങ്ങളും കേരളത്തിലെ വായനക്കാരും പൊതുസമൂഹവും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ദേശാഭിമാനിക്ക് എത്ര കോപ്പി ഉണ്ടെങ്കിലും അതിലെ ബഹുഭൂരിപക്ഷം കോപ്പികളും രാവിലെ വന്നു വീണാൽ വൈകുന്നേരം വരെ ഒരു മനുഷ്യനും തുറന്നു നോക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് ഇതേ പത്രവും ഇതേ പത്രത്തിലെ ആളുകളും ഇതേ പത്രത്തിൻ്റെ ഉടമസ്ഥരുമാണ് കേരളത്തിലെ ആളുകളെയും മറ്റു മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സദാചാരം പഠിപ്പിക്കാൻ മുന്നോട്ട് വരുന്നത് എന്നതാണ് ഏറ്റവും നിർലജ്ജമായ ഒരവസ്ഥ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. കൊച്ചിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ 4000 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. ദേശാഭിമാനി ദിനപത്രം അതിലൂടെ ഒരു വലിയ സന്ദേശം അവരുടെ അണികൾക്ക് കൊടുക്കുകയാണ്. കാരണം ദേശാഭിമാനി എഴുതിയിരിക്കുന്നത് വമ്പൻ 3 പദ്ധതികളുമായി കേരളമെന്ന് ദേശാഭിമാനി വാർത്ത കൊടുത്തതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട്. കാരണം ഇനി മുതൽ കേരളത്തിലെ സഖാക്കൾ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലും LNG ടെർമിനലിലും ഉണ്ടാകുന്ന വലിയ വികസനം സംബന്ധിച്ച് ഫ്ലക്സ് ബോർഡ് വെക്കുമായിരിക്കും. കാരണം CPMകാർ പ്രത്യേകിച്ച് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളാകെ മുഹമ്മദ് റിയാസിൻ്റേതാണെന്ന് കാണിച്ച് ഫ്ലക്സ് വെക്കുന്ന ഒരു പരിപാടിയാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന ഏതു പദ്ധതിയും തങ്ങളുടേതാക്കി മാറ്റാനുള്ള ഒരു പ്രത്യേക സഹജവാസനയുള്ള വൈഭവവുമുള്ള പാർട്ടിയാണ് CPM. എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ അച്ഛനും അമ്മായിയച്ഛനും അപ്പൂപ്പനുമൊക്കെയാണ് ഇന്ന് CPMനെ ഭരിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായും നമുക്ക് കാണാം, കുതിരാൻ തുരങ്കം തുടങ്ങിയപ്പോൾ പൂർത്തീകരിച്ചപ്പോൾ അവിടെ ഫ്ലക്സ് വെക്കാനും ഉദ്ഘാടനം ചെയ്യാനും ശ്രമിച്ച മരുമകൻ മന്ത്രി നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാൽ നിതിൻ ഗഡ്കരി എന്ന കൗശലക്കാരനായ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി അത് പൊളിച്ച് കയ്യിൽ കൊടുത്തു. ഫറോക്കിൽ ഒരു പുതിയ പാലം കേന്ദ്ര സഹായത്തോടെ നിർമ്മിച്ചപ്പോൾ അതിൻ്റെ മുന്നിൽ ഫ്ലക്സ് വെച്ചവരാണ് മരുമോൻ്റെ പാർട്ടിക്കാർ. അരിക്കൊമ്പനെ കൊണ്ടുപോയ മലയോര ഹൈവേ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ഫ്ലക്സ് വെച്ചവരാണ് മരുമകൻ്റെ പാർട്ടിക്കാർ. അങ്ങനെ ഒരു പക്ഷേ നാളെ മുതൽ കേരളത്തിൽ കേന്ദ്രം പ്രഖ്യാപിച്ച 4000 കോടിയുടെ അവകാശികൾ തങ്ങളാണ് എന്ന് പറഞ്ഞ് ഫ്ലക്സ് വെക്കും. ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്ത് ഇത് കേന്ദ്ര പദ്ധതിയല്ലേ എന്ന് ചോദിച്ചാൽ ഇത് നരേന്ദ്രമോദിയുടെ അപ്പൻ്റെ കാശല്ല എന്ന് പറയുന്ന മറുവാദവുമായി ഇവർ രംഗത്ത് വരികയും ചെയ്യും. കേരളത്തിൽ ഇതുപോലെ നിർലജ്ജം എട്ടുകാലി മമ്മൂഞ്ഞുമാരാണ് തങ്ങളെന്ന് പ്രഖ്യാപിച്ച് മറ്റുള്ളവരുടെ ഗർഭത്തിന് ഉടമസ്ഥാവകാശം പറയുന്ന നാറിയ പണി ചെയ്യുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും മറ്റൊരു മാധ്യമ പ്രസ്ഥാപനങ്ങളും കേരളത്തിൽ മറ്റൊന്നില്ല എന്ന് ഒരിക്കൽ കൂടി ദേശാഭിമാനി തെളിയിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.